കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തു. ഇതോടൊപ്പം മറ്റു മന്ത്രിമാരും അധികാരം ഏറ്റെടുത്തു. 10 വർഷത്തെ പിണറായി സർക്കാരിന് കൂടിയാണ് അവസാനം ആയിരിക്കുന്നത്. മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചപ്പോഴും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചൊല്ലിയപ്പോഴെല്ലാം പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ ആവേശം ഇരട്ടിയായിരുന്നു. അതിന് പ്രധാന കാരണം പ്രവാസികളുടെ മനസ്സറിയുന്ന ഒരു മുഖ്യമന്ത്രി എന്ന വലിയ പ്രതീക്ഷയാണ് ഇതിന് മറ്റൊരു കാരണമായി മാറിയത്. അതിനാൽ പ്രവാസ ലോകത്തെ പ്രവാസികളുടെ ആവേശവും പ്രതീക്ഷകളുമായി മിഡിൽ ഈസ്റ്റ് വീക്കിൻ്റെ ഈ പ്രത്യേക അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സാദിഖ്, എങ്ങനെ വിലയിരുത്തുന്നു? വലിയ ആവേശത്തിലാണല്ലോ ദുബായിലെ പ്രവാസി യുവാക്കൾ. തീർച്ചയായിട്ടും പ്രവാസികൾ കാണുന്നത് ഒരു മതേതര വിജയമാണ്. കേരളത്തിൽ ഇത്രയേറെ നമ്മുടെയൊക്കെ ഈ കാലഘട്ടങ്ങളിൽ ഇത്രയേറെ വർഗീയത, പച്ചയിൽ വർഗീയത പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇലക്ഷന് ശേഷവും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന സമയത്തും പച്ചയിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ശ്രീ വി.ഡി. സതീശൻ്റെ വരവ്. തീർച്ചയായിട്ടും മതേതര കേരളം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. എല്ലാവരും കോൺഗ്രസ്സുകാരല്ല, എല്ലാവരും ബി.ജെ.പിക്കാരല്ല, എല്ലാവരും മാർക്സിസ്റ്റുകാരല്ല. പക്ഷേ എല്ലാവർക്കും കേരളത്തിൽ രാഷ്ട്രീയമുണ്ട്. എല്ലാ രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും വി.ഡി. സതീശൻ വരണമെന്നുള്ള ആഗ്രഹം, അത് ഇവിടെയും ഞങ്ങൾ അതിൻ്റെ ആവേശം തീർക്കുകയാണ്. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. നാട്ടിലെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് ദിവസം ഒരു മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോയപ്പോൾ ഒരു നിരാശ ഉണ്ടായിരുന്നു. പക്ഷേ ആ നിരാശയൊക്കെ മറികടന്നുകൊണ്ട് വലിയ സന്തോഷം നൽകിയിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിച്ചൊരു മുഖ്യമന്ത്രി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയത്. കാരണം കേരളത്തിലെ ജനങ്ങൾ മൊത്തം ഒരു വി.ഡി. സതീശന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ ഒരു മുഖ്യമന്ത്രി വന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഇനി ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും വി.ഡി. സതീശൻ ഒരു നവകേരളം സൃഷ്ടിക്കപ്പെടുന്നു പറഞ്ഞു. അത് അതേപോലെ സൃഷ്ടിക്കുകയാണ്. യുവാക്കൾക്കിടയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും ഇത്. യുവാക്കൾ അത്രയും വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം. ടീം UDF എന്ന ആശയം മുൻനിർത്തി എല്ലാവരെയും ഒന്നിച്ചു നിർത്തി UDF പുറത്ത് നിന്നുള്ള എല്ലാവരുടെയും സപ്പോർട്ട് വി.ഡി. സതീശന് നേടിയെടുക്കാൻ സാധിച്ചു. അത് കാരണം വി.ഡി. സതീശൻ വരണം തന്നെയായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. ഇത് കേവലം കോൺഗ്രസ്സുകാരുടെ UDF മാത്രമല്ല, കേരള ജനങ്ങളുടെ വികാരമാണ് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി ദുബായിലെ വനിതകൾക്ക് എന്താ പറയാൻ ചോദിക്കാം. രണ്ടുപേരും ഇവിടെ ഉണ്ട്, സിന്ധുവുണ്ട്, രാജിയുണ്ട്. എങ്ങനെ കാണുന്നു? അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. എന്താണെങ്കിലും നമ്മുടെ നിലപാടിൻ്റെ രാജകുമാരൻ വി.ഡി. പ്രിയപ്പെട്ട വി.ഡിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നിലപാടിൻ്റെ രാജകുമാരൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ വി.ഡി. സാർ. ഇത് മുമ്പേ സാറിന് വേണ്ടി പടവെട്ടിയവരാണ് ഞങ്ങളെല്ലാവരും. സാർ തന്നെ വരണമെന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചതാണ്. അത് തന്നെ സാധിച്ചു. അതിൽ വളരെ അഭിമാനവും ഞങ്ങൾക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ അഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുന്നു.
നമുക്ക് പ്രവാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തിക്കാനുള്ള രൂപരേഖകളും ഏകദേശം നമ്മൾ ഗവൺമെൻറ് പറഞ്ഞതാണ്. അപ്പോൾ വി ഡി സതീശൻ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരും ദിവസങ്ങളിൽ പ്രവാസികളുടെ എല്ലാ കാര്യങ്ങളും ഇടപെടും. അതിൽ തന്നെ പ്രവാസികൾക്ക് വേണ്ട ക്ഷേമങ്ങൾ നടത്തണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഈ പ്രതീക്ഷയിൽ എന്ന് പറഞ്ഞാൽ ആഹ്ലാദം കൊണ്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഏതോ ഒരു പരസ്യം കണ്ടിട്ടില്ലേ, അതുപോലെയാണുള്ളത്. നമ്മൾ ഈ 102 MLA-മാർക്കും ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ നല്ല സപ്പോർട്ടോടുകൂടി ഭരണം കൊണ്ടുവരാനും നല്ല കാഴ്ചപ്പാടുകൾ, മുൻപത്തെ ഗവൺമെൻറ്റിനെക്കാട്ടിയും നല്ല കാഴ്ചപ്പാടുകൾ അത് തന്നെ പ്രവാസികൾക്കും ഉണ്ടായി കൊടുക്കാനുള്ള എല്ലാവിധ കാഴ്ചപ്പാടും വി ഡി സതീശനുണ്ട്. വി ഡി സതീശൻ എല്ലാ സമയവും നമ്മുടെ പ്രവാസി മണ്ണിൽ വന്ന് നമ്മുടെ ലേബർ ക്യാമ്പുകളിൽ ചെന്ന് അങ്ങേരുടെ ആ ലേബർ ക്യാമ്പിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അത് അക്ഷരം പ്രതി പഠിച്ചിട്ടാണുള്ളത്. ആ പഠിപ്പ് അങ്ങേര് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. ആ പ്രതീക്ഷ നന്നായി വരട്ടെ എന്ന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു സമയമാണ്. കാരണം വെച്ചാൽ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതൃത്വം, ഒരു AICCയുടെ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ നമ്മൾ വളരെയധികം ആഹ്ലാദിക്കേണ്ടായിരുന്നു. വി ഡി സതീശൻ എന്നുള്ള ഒരു നേതൃത്വം ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസത്തിലാണ് എല്ലാവരും ഉള്ളത്. എന്താ പറയുക, ഇത് വെച്ചാൽ നമ്മളൊരു 10 വർഷമായിട്ട് ഒരു ഭരണം, അതൊരു മുരടിച്ചൊരു ഭരണമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു മോചനം, അതൊരു ജനനായകൻ. നമുക്കറിയാം കോൺഗ്രസിൽ പല സിസ്റ്റങ്ങളുണ്ടാവും, പലയിടത്തും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഹൈക്കമാൻഡിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച പോലെ രാഹുൽ ഗാന്ധി അവരൊക്കെ നിന്നുകൊണ്ട് എല്ലാ ചട്ടങ്ങളും മാറ്റപ്പെട്ടു. അവിടെ എല്ലാ ചട്ടങ്ങളും മാറ്റപ്പെട്ടു. നമ്മൾ രാജസ്ഥാനിൽ നടന്ന പോലെയോ മധ്യപ്രദേശിലോ കാര്യങ്ങൾ തിരുത്തിയിരിക്കുക. നമ്മൾ ഇവിടുന്ന് ഈ കന്യാകുമാരി നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് ഇനി തുടങ്ങാൻ പോവുക കോൺഗ്രസ്. ഇവിടുന്ന് ഉദിച്ചു വരും. കാരണം ഇതൊരു നമ്മൾ സുപ്രീം കോടതിയിലൊക്കെ പറയില്ലേ, ഒരു കേസിനെ ആസ്പദമാക്കി പറയും. ഇനി ഇതൊരു ട്രെൻഡായി മാറും. ജനങ്ങൾ തീരുമാനിക്കുന്ന, ജനങ്ങളെ പൾസറിഞ്ഞ ഒരു നേതാവ് അവിടെ വരുന്നു പറഞ്ഞാൽ അത് ഇന്ത്യ ആകെ പടരും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. വനിതകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കട്ടെ. ഒരുപാട് സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാ കേരള പ്രവാസികൾക്കും നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ കേരള ജനതയുടെ നേട്ടമായിട്ട് കരുതുന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ധീരനായ ഒരു നേതാവ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. അവർ കേരള ജനതയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് മുന്നോട്ടുള്ള, അതായത് കേരളത്തിൻ്റെ വരാനിരിക്കുന്ന യൂത്തിനെ നാട്ടിൽ തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യും, നിലപാട് സാക്ഷാത്കരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു പ്രവാസികൾക്ക് ആവേശം നൽകുന്ന ഒരു വിജയമാണ്. കാരണം ഒരു നമ്പർ പറഞ്ഞുകൊണ്ട് ഒരു മത്സരത്തെ നേരിടുക, ആ നമ്പർ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്ക് തന്നെ ഒരു മോട്ടിവേഷനാണ്, ഒരു കോൺഫിഡൻസ് ആണ് നൽകുന്നതെന്നുള്ള കാര്യമാണ് ഇതിൽ എനിക്ക് ഏറ്റവും ഞാൻ കണ്ട ഒരു വിജയം. ആ വിജയത്തിൽ പങ്കാളികളാകുവാൻ പ്രവാസികളായ നമ്മൾക്കും അവസരം കിട്ടിയത് വളരെ സന്തോഷത്തോടുകൂടി കൃത്യമായിട്ടും ഞാനും യേശുവോട്ടിനൊക്കെ തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ ഒരു മത്സരത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി, വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓടി നടന്ന വ്യക്തികൾ എന്നതിൽ ഒത്തിരി അധികം സന്തോഷം ഉണ്ട് എന്നുള്ളതാണ്. രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
10 വർഷത്തിന് ശേഷം ഇതൊരു വളരെ അനിവാര്യമായൊരു മാറ്റമായിരുന്നു. ജനവിധി തന്നെ LDF സർക്കാരിനെ താഴെ ഇറക്കി ഇത്രയധികം പാടവമുള്ള ഒരു നേതാവിനെ മുഖ്യമന്ത്രിയായി കണ്ട് അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹത്തോടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു തിരഞ്ഞെടുപ്പ്. മറ്റൊന്നുള്ള എല്ലാ രാഷ്ട്രീയം പറഞ്ഞു. പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഒഴുങ്ങിയപ്പോൾ തന്നെ രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തെ വികസനം പറഞ്ഞിരുന്നു. പ്രവാസികൾ ചേർത്ത് പിടിച്ചൊരു മാനിഫെസ്റ്റോ കണ്ടിരുന്നു. ആ ഒരു ആംഗിൾ എങ്ങനെ കാണുന്നു? അദ്ദേഹം വളരെ വലിയൊരു വിഷണറിയാണ്. ഈ പറഞ്ഞതുപോലെ മതേതരത്വം അദ്ദേഹം മുന്നിലേക്ക് പിടിച്ചു. ഒരുപാട് വിഷൻ കണ്ടുകൊണ്ടുള്ള വലിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, കൺവിൻസ് ചെയ്യാൻ പറ്റി. ഒരു വനിതാ പ്രതിനിധി ചോദിക്കുകയാണ്, അച്ചുവിൻ്റെ ഒരു നിർദ്ദേശം എന്താണ് പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തൊക്കെ നടപ്പാക്കുന്ന അങ്ങ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത്? ഉമ്മൻചാണ്ടിയുടെ മകളെന്നിൽ ഒരുപാട് എക്സ്പീരിയൻസും കള്ള ആളാണ്, അത് ചോദിക്കുകയാണ്. സ്ത്രീ സുരക്ഷയാണ് ഏറ്റവും അധികം ഈ ഗവൺമെൻറ് നോക്കേണ്ട ആദ്യത്തെ കാര്യം. ഒരുപാട് അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് നേരെ നടക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷയാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു കാര്യം. പ്രവാസിയുടെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് VD സതീശൻ. തീർച്ചയായും വരാൻ പോകുന്ന 5 വർഷം നമുക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിട്ടപ്പോൾ തന്നെ വളരെ ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മളെ കോൺഗ്രസ് തിരിച്ചു വരികയാണ്, UDF ഒരു ടീം വർക്കായിട്ട് തിരിച്ചു വരികയാണ്. സത്യത്തിൽ ഓഫീസിലിരിക്കുമ്പോൾ എല്ലാ ചാനലുകളെയും നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലടക്കം നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ലോക്കൽ ഞാൻ ഇവിടുത്തെ ഇമറാത്തി തന്നെ ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം. അപ്പോൾ പറഞ്ഞ് ഞാൻ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ വിജയത്തിനോടനുബന്ധിച്ച് വന്നപ്പോൾ തന്നെ ഫോൺ കോളിൽ ഞാൻ VD സതീശനെ വിളിച്ചപ്പോൾ വീഡിയോ കോൾ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ സഹപ്രവർത്തകൻ പറയാണ്, ഇവിടുത്തെ ലോക്കൽ പറയാണ് എനിക്ക് സംസാരിക്കും. എന്നിട്ട് അദ്ദേഹം ആ വിജയത്തിൻ്റെ വിഷു ചെയ്തു. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു വിജയം കേരള ജനതയും പ്രവാസി ലോകവും ആഗ്രഹിച്ച ഒരു വിജയമാണ് നമ്മുടെ കേരളത്തിലെ UDFൻ്റെ വിജയം. അത് എങ്ങനെ ആ സന്തോഷം പ്രകടിക്കാൻ അറിയില്ല. കാരണം കുറച്ച് ദിവസങ്ങൾ കരച്ചിലും ബഹളങ്ങളൊക്കെ ആയിരുന്നു, ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്ത. എന്നായിരുന്നാലും നമ്മുടെ കേന്ദ്ര നേതൃത്വങ്ങളും എല്ലാം എടുത്ത തീരുമാനങ്ങൾ വളരെ തൽക്കാല പ്രഖ്യാപനം എന്തായാലും ജനങ്ങളുടെ ഹൃദയത്തിലെ ആ നിലപാടുള്ള നായകനെ VD സതീശനെ തെരഞ്ഞെടുത്ത് വളരെയധികം സന്തോഷം. കേരള ജനക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. അദ്ദേഹം ഈ പ്രവാസികളെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ പ്രവാസികളുടെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ആണെന്ന് അറിയുന്നത് കോവിഡ് കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ഈ കോവിഡ് സമയത്ത് ഞാൻ ബന്ധപ്പെട്ടുള്ളൊരു നേതാവ് സതീഷേട്ടനാണ്. കാരണം അന്ന് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചുമതലയൊന്നും ഇല്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇവിടുത്തെ സിറ്റുവേഷൻ, ഇവിടുത്തെ കോവിഡ് സെൻ്ററുകളെക്കുറിച്ച്, പിന്നെ പ്രവാസികളെ തിരിച്ചയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറവൂരുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ബന്ധപ്പെടുന്നത്. അതിനുശേഷം സ്ഥിരമായിട്ട് പ്രവാസികളുടെ ഇഷ്യൂ അല്ലെങ്കിൽ പ്രവാസികളുടെ മാനിഫെസ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള പുതിയ യാത്രയിൽ അദ്ദേഹം കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം വെൽ സ്റ്റഡീഡാണ്. അത് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ഞാനൊരു ടൂറിസ്റ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് അതിൻ്റെ ഡാറ്റ മൈനിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തരുന്ന ചുമതല എന്ന് പറയുന്നാൽ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ആണ് അദ്ദേഹത്തിന് വേണ്ടത്. VD ആയിട്ടുള്ള ബന്ധം 98 തൊട്ട് നിന്നാണ്. നമ്മുടെ MS അനിൽകുമാർ, ഇരിഞ്ഞാലക്കുട അഡ്വക്കേറ്റ് MS അനിൽകുമാറിൻ്റെ ക്ലോസ് ഫ്രണ്ട് ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെ അദ്ദേഹത്തെ ഞാനും കൂടിയിട്ട് കൊടുങ്ങല്ലൂർ പോയിട്ടാണ് VD കാണുന്നത്. അതിനുശേഷം നമ്മൾ ആൽഫ പാലിയേറ്റീവിൻ്റെ പാറ്റേണായിട്ട് പറവൂർ ഇതിൽ വന്നു. അതിനുശേഷം നമ്മുടെ സാലിയുടെ 25th ആനിവേഴ്സറിക്ക് നമ്മൾ അറ്റ്ലാന്റിസിൽ അന്ന് തൊട്ട് ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാണാൻ അത് അന്ന് തൊട്ട് പിന്നെ VD ഞങ്ങളുടെ കൂടെ ഉണ്ട്. VD സലീം ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ആ ബന്ധം ലാസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഗുരുവായൂർ വരെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നേരിലായിട്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവിധ എന്ത് പറഞ്ഞാലും പറയില്ല. എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിയണമെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് വായിൽ വെച്ച് കൊടുത്ത് ഇതെങ്ങളുണ്ട്, അരുണാഥിൻ്റെ VD സലീമുണ്ട്. അപ്പോൾ അത്രയും ബന്ധങ്ങളും അദ്ദേഹം നമ്മളോട് അതുമാതിരി തന്നെയാണ്. PK കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു.
ഏറ്റവും ഒരു നല്ലൊരു ഡേ ആണ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഇറ്റ്സ് നോട്ട് ഞാൻ പറയുന്ന പോലെ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെതോ അല്ല കോൺഗ്രസിൻ്റെതോ UDFൻ്റെ വിന്നല്ല, ഇത് കേരളത്തിൻ്റെ വിന്നാണ്. കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു എന്ന് ഇത്രയും ഡേറ്റാ ബേസ്ഡ്, അതായത് ഇവിടെ വന്ന് ഞാൻ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ഞാൻ സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും തറവായിട്ട് പഠിച്ച് സംസാരിച്ച് എന്തെങ്കിലും ഒരു കാര്യം അറിയില്ലെങ്കിൽ ഈ ആൾ തിരിച്ചു പോയി അത് ഡേറ്റ കളക്ട് ചെയ്ത് പഠിക്കും, മനസ്സിലാക്കും. അത്രയും ഇൻഡെപ്തിൽ മനസ്സിലാക്കിയിട്ട് സംസാരിച്ചിട്ടുള്ളൊരു ലീഡർ നമ്മുടെ ഇന്നത്തെ ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. അപ്പം അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ വരണം എന്നുള്ളത്, ബാക്കി ആരും മോശം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതിൽ വിഷൻ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഇനി ഗ്രോത്ത് നെക്സ്റ്റ് 5 years വിൽ ബി ദ ആക്സലറേറ്റിംഗ്. കേരളത്തിന് ബിസിനസ് ആയാലും സ്റ്റാർട്ടപ്സ് ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയാലും എഡ്യൂക്കേഷൻ ആയാലും എല്ലാത്തിനും പുള്ളിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു വിഷനുണ്ട്. ആ വിഷൻ ഇനി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മളെല്ലാവരും കൂടെ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി എന്താ വെച്ചാൽ ഇത്രയും ദിവസമുള്ള കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് വി ഡി സതീഷ് പറയുന്ന പോലെ ടീം കോൺഗ്രസ്, ടീം UDF, ടീം കേരള എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ കേരള വിൽ ബി ദ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ്. വി ഡി സതീശൻ ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പല വികസനങ്ങളും പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞത് അച്ചിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് പുള്ളിയെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കരുതുന്നു. ഞാനിപ്പം ഇവിടെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു, IT മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. കേരളം ഒരു IT ഹബ്ബിലേക്ക് ചുവടുവെക്കാനും സാധ്യതയുണ്ട്. പുള്ളിക്ക് ആ കാഴ്ചപ്പാട് തമ്മിൽ സംസാരിച്ചപ്പോഴും പുള്ളിയുടെ പല കാര്യങ്ങൾ മനസ്സിലുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് കഴിയും. ഇപ്പം ബാംഗ്ലൂരാണ് IT ഹബ്ബായിട്ട് നിൽക്കുന്നത്. ഇപ്പം കേരളവും അതനുസരിച്ച് വളരാനും കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം പുള്ളിക്ക് ഗൈഡൻസ് കൊടുക്കാനും നമ്മൾ UAE വന്നിട്ട് പല കാര്യങ്ങളും നമ്മൾ കണ്ടുപഠിച്ചു. ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു 14 വർഷമായി. നമ്മളെ കാണുന്ന ഓരോ കാര്യങ്ങളും അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നുകൊണ്ട് പുള്ളിയെടുത്ത് സജഷൻ പറയാനും അത്രയും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം എറണാകുളം തേവര കോളേജിൽ പഠിച്ച പഴയകാല സഹപാഠികൾക്കും പറയാനുണ്ട് പഴയകാല ഓർമ്മകൾ. KSU കാലഘട്ടത്തിലെ സതീശനുമായുള്ള ഓർമ്മകൾ ഇവർ ഇവിടെ പങ്കുവെക്കുകയാണ്. 85 തേവര കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പോഴാണ് സതീഷിനെയും സതീഷിൻ്റെ അനിയൻ അജയനെയും ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അന്ന് KSUലായിരുന്നു. വളരെ തുറന്നു പറയണമെങ്കിൽ അന്ന് ഗ്രൂപ്പിൻ്റെ അതിപ്രസരമായിരുന്നു. 2 ഗ്രൂപ്പായിരുന്നു. പക്ഷെ വേറെ ഗ്രൂപ്പായിരുന്നു. സുദീപ് സതീശൻ്റെ കൂടെയും ഞാൻ സതീശൻ്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പായിരുന്നു. പക്ഷെ അത് തന്നെയാണ് സതീശൻ എന്നുള്ള വ്യക്തിയുടെ ഇത്. സതീശൻ ഓവർ ടൈം സതീശൻ ഗ്രൂപ്പില്ല, വ്യക്തി താല്പര്യമില്ല, നിലപാടുകളിൽ ഉറച്ചു നിൽക്കണ, കോൺഗ്രസിനും UDFനും എന്താ വേണ്ടത് അതിനും മാത്രമായി മുൻഗണന നൽകിയൊരു ലീഡറായി മാറി. അതൊരു കാര്യം. രണ്ടാമത്തത്, സതീശനെ ആർക്കും ഭയപ്പെടുത്താൻ പറ്റില്ല. സതീശൻ നാളെ വീട്ടിൽ പോയിരിക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ പേടിച്ചിട്ട് ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയോ ഒരു പാർട്ടിക്ക് വേണ്ടിയോ പ്രസ്ഥാനത്തിന് വേണ്ടിയോ സതീശൻ കോംപ്രമൈസ് ചെയ്യില്ല. അതാണ് അദ്ദേഹത്തിന് കൊടുത്ത ഈ കേരളം നൽകിയ ഈ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള പിന്തുണ. കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു ഉപദേഷ്ടാവ് കൂടിയായി താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആകട്ടെ ചോദിക്കുകയാണ്, ഇപ്പോൾ കേരളം ആവശ്യപ്പെടുന്ന മാറ്റം എന്താണ്? ഫസ്റ്റ് ഫോക്കസ് നമ്മൾ എന്തിനാണ് കൊടുക്കേണ്ടത്? ഏറ്റവും നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നത് വി ഡി സതീശൻ എന്ന ലീഡർ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് ഗ്രഹപാഠം ഹോംവർക്ക് ചെയ്യണേണ്. ഓരോ സെക്ടറിലും ഓരോ കാര്യത്തിലും കേരളത്തിന് എങ്ങനെയാണ് മുൻപോട്ട് നയിക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഓരോ കാര്യത്തിലും കാഴ്ചപ്പാടുണ്ട്. അത് പഠിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ്, അല്ലാണ്ട് വെറുതെ ഒരു തിന്നേറിന്ന് എടുത്തേക്കണതല്ല. പഠിച്ച കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു ലീഡറും കൂടിയാണ്. അതായത് വെറുതെ ഫിലോസഫിക്കലോ അല്ലെങ്കിൽ തിയററ്റിക്കലോ ആയിട്ടല്ല, കാര്യങ്ങൾ എങ്ങനെ നടത്തിയെടുക്കാം
നമ്മുടെ സ്റ്റേറ്റിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഒരു സാഹചര്യം വെച്ച്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോടുകൂടെയാണ് സതീഷിനെ ഞങ്ങളെല്ലാവരും കാണുന്നത്. കാരണമല്ല, സതീഷിനെ അറിയാമെന്ന് വെച്ചാൽ അന്നും പുള്ളി ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ്. അല്ലാതെ വെറുതെ ഒരു പൊളിറ്റിക്സ് കളിച്ച്, ഇപ്പം നമ്മൾ പറയുമല്ലോ കോളേജിൽ പൊളിറ്റിക്സ് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേവര കോളേജിൽ ഇപ്പോൾ വെറുതെ പൊളിറ്റിക്സ് കളിച്ച് നടക്കുന്ന ഒരാളല്ലായിരുന്നു പുള്ളി. ഹീ ഹാഡ് സം വിഷൻ അന്നും. അത് കഴിഞ്ഞും പുള്ളി അത് കഴിഞ്ഞാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. അത് കഴിഞ്ഞ് പടിപടിയായിട്ടുള്ള പുള്ളിയുടെ ഉയർത്തും ഒൺലി ബിക്കോസ് ഓഫ് ഹിസ് കൺവിക്ഷൻസ്. പുള്ളി വളരെ സ്റ്റാൻഡുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആരുമായിട്ട് കോംപ്രമൈസ്, അൺനെസസറി കോംപ്രമൈസ് ചെയ്യല പുള്ളി. ആവശ്യമുള്ളിടത്ത് കോംപ്രമൈസ് ചെയ്യേണ്ട വരും, അത് പക്ഷേ അനാവശ്യത്തിനായിരിക്കില്ല. പുള്ളി എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് കോംപ്രമൈസ് ചെയ്യുള്ളൂ. പിന്നെ ലൈക്ക് എ കമ്പാഷനേറ്റ് ഗൈ ആസ് വെൽ. അത് പലർക്കും അറിയത്തില്ലായിരിക്കും. എല്ലാവരും പുള്ളിയുടെ ഒരു സ്ട്രോങ് ഫേസേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈസ് എ വെരി കമ്പാഷനേറ്റ് ഗൈ. നമ്മൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു തരും. ഭദ്രമായ അർഹതപ്പെട്ട കൈകളിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം എത്തിയിരിക്കുന്നത്. അതിന് കുറച്ച് താമസിച്ചെങ്കിലും അത് ഭദ്രമായ വളരെ ആപ്റ്റായിട്ടുള്ള ഒരാളുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നത് എന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഓരോ ഘട്ടത്തിലും അതാത് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജനവികാരം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അത് പ്രവാസ ലോകത്തും സന്തോഷത്തിൻ്റെ അലതല്ലുകൾ ഉണ്ടാകുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ഗവൺമെൻറ്, ജനങ്ങളുടെ ഗവൺമെൻറ്, അതാണ് വി ഡി സതീശനിലൂടെ പൂർത്തിയായിരിക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ് ചെയ്ത തെറ്റുകളെ തിരുത്തുക മാത്രമല്ല, പുതിയ പ്രതീക്ഷകൾ അത് പ്രവാസികൾക്കായാലും നാട്ടിലുള്ള ആളുകൾക്കായാലും ഈ ഗവൺമെൻറ് ഉറപ്പുവരുത്തും എന്നുള്ളത് തീർച്ചയാണ്.